തെങ്ങിൻ പൂക്കളെ കൊണ്ടുള്ള ഒരു രസായനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പ്രസവരക്ഷയ്ക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നടുവേദനയ്ക്കും യൂസ് ചെയ്യാം. മെയിനായിട്ട് പ്രസവം കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക് നടുവേദനയെല്ലാം കുറയാനും ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും വേണ്ടിയാണ് നമ്മളിത് കഴിക്കുന്നത്. ഒരു പരിധി വരെ ആയുർവേദ മരുന്നുകളെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളത് നോക്കി ഉപയോഗിക്കുക. അതിൻ്റെ കണ്ടൻസ് എല്ലാം നോക്കി. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് വരുന്നതാണ് ഈ തെങ്ങിൻ പൂക്കൾ രസായനം. ഇപ്പം പൊതുവേ ഇത് കടകളിൽ നിന്ന് ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. വീട്ടിലങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ ചുരുക്കമായിട്ടായിരിക്കും. കാരണം കുറച്ച് പണിയുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ആൾക്കാരെല്ലാം ജോലിക്ക് പോകുന്നതുകൊണ്ട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കവരും വാങ്ങിച്ചുപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ പൂക്കുല എന്ന് പറയുന്നത്. അത് നമ്മൾ പൊളിച്ച് കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് അരിഞ്ഞ് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ ആയി വരും. അപ്പോൾ അതിങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു മിക്സിയിലോട്ട് ഇടുക. ആ കുഞ്ഞു കുഞ്ഞായിട്ട് എടുക്കുന്ന കൊച്ചങ്ങയാണ്. ഇത് നമ്മൾ ശർക്കരയാണ് ചിലർ ഉപയോഗിക്കുക. നമ്മൾ കുറച്ചുകൂടെ ഹെൽത്തി ആവാൻ കരിപ്പട്ടിയാണ് കാച്ചിയത്. അതിലോട്ട് ആ മിക്സിയിലടിച്ച നമ്മൾ നേരത്തെ കാണിച്ച ആ മിശ്രിതം ഈ കരിപ്പട്ടിയിലോട്ട് ചേർക്കുക. അപ്പോൾ നമ്മൾ കരിപ്പട്ടി നല്ലപോലെ ഉരുക്കിയെടുത്തിട്ട് അതിലേക്ക് ഈ തെങ്ങിൻ പൂക്കുല ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നിർത്താതെ ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അടി പിടിക്കാൻ പാടില്ല. ചിലർ ഇതിലേക്ക് 1-ാം പാല് 2-ാം പാല് തേങ്ങാപ്പാൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചുക്ക് കൂടി ഇടുന്നുണ്ട്. ചുക്ക്, ഏലക്ക അങ്ങനത്തെ സാധനങ്ങൾ കൂടി നമുക്ക് ചേർക്കാം. പിന്നെ ചില ശർക്കരയാണ് ഉപയോഗിക്കാറ്. നമ്മളിപ്പം അരിപ്പൊടി തേങ്ങാപ്പാലൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം